ഹായ് ഹലോ, ഫുജറ മല്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെറിയൊരു ദൂരയാത്രയ്ക്കുള്ള പുറപ്പാടിലാണ്. ദൂരയാത്രയെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ യാത്ര അസർബൈജാനിലേക്ക്. ഏർലി മോർണിംഗിലായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. അതുകൊണ്ട് ഫുജൈറയിൽ നിന്ന് രാത്രി തന്നെ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. ബാക്കിയുള്ള എമിറേറ്റ്സുകളിൽ നിന്നും ടിക്കറ്റ് റേറ്റ് കൂടുതലായതുകൊണ്ട് അബുദാബിയിൽ നിന്നും വിസൈറിലാണ് നമ്മുടെ യാത്ര. ഞാൻ ആദ്യമായാണ് അബുദാബി എയർപോർട്ട് കാണുന്നത്. ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി കാത്തിരിപ്പിന് ശേഷം ഞങ്ങളിതാ ഫ്ലൈറ്റിലേക്ക്. പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് എക്സൈറ്റ്മെൻറ്റിലാണ്, കുറച്ചല്ല കുറച്ചധികം. എക്സൈറ്റ്മെൻറ്റ് കൂടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫ്ലൈറ്റ് എടുക്കാൻ എന്തോ ഡിലേ ആവുന്നത് പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. പെട്ടെന്ന് അസർബൈജാനിൽ എത്തിയിരുന്നെങ്കിൽ. അസർബൈജാൻ എന്ന രാജ്യത്തെ പറ്റി ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടായ തസ്ലീനയും ഹസ്ബൻഡുമാണ് ഞങ്ങൾക്ക് അസർബൈജാൻ പരിചയപ്പെടുത്തുന്നത്. സത്യം പറഞ്ഞാൽ ഈ യാത്രയുടെ ഫുൾ ക്രെഡിറ്റും അവർക്കുള്ളതാണ് കേട്ടോ. കാരണം വിസൈറിനെ കുറിച്ചും അവിടുത്തെ കറൻസിയും ഇൻഷുറൻസും വിസയും എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അവർ തന്നെയാണ്. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമായി ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇതാ അസർബൈജാൻ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അസർബൈജാനിലെ മലയാളി കൂടിയായ അമിത് ബ്രദറാണ് നമ്മളുടെ ടൂർ പാക്കേജ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 5 ദിവസത്തെ പാക്കേജാണ് നമ്മുടേത്. എയർപോർട്ടിലെ പ്രൊസീജിയറിന് ശേഷം ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നെയിം ബോർഡുമായി ഞങ്ങളെ കാത്ത് ഞങ്ങളുടെ ഗൈഡും ഉണ്ടായിരുന്നു. ഈ മുമ്പിൽ പോകുന്ന ആളാണ് കേട്ടോ നമ്മുടെ ഗൈഡ്. ആൾ അസർബൈജാനിയനാണ്. പേര് അർസു. നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നു, കൂടെ ചെറിയൊരു ചാറ്റൽ മഴയും. ആ കാലാവസ്ഥയും ആ ചാറ്റൽ മഴയും ഞങ്ങളെ ആ നാട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നത് പോലെ തോന്നി. ഇനിയുള്ള 5 ദിവസങ്ങളിലും ഞങ്ങൾ ഈ വാഹനത്തിലായിരിക്കും യാത്ര ചെയ്യുന്നത്. അസർബൈജാൻ രാജ്യം എക്കണോമിക്കലി അത്ര ഡെവലപ്പ് അല്ലെങ്കിലും അവരുടെ പ്രധാന വരുമാനം ടൂറിസമാണ്. നല്ല നീറ്റ് നെഞ്ചിൽ പൽപ്പം കൂടിയെങ്കിലും ഞങ്ങൾ അവനെ നോക്കി നിന്നു.
കണ്ട ഒരു സിംഹത്തിൻ്റെ ലുക്ക്. എന്താ ഒരു ഗൗരവം. ആളല്പം അപകടകാരിയാണെന്ന് തോന്നുന്നു. അതാ മുഖത്തൊരു മാസ്ക്. ഇവിടുത്തെ സബ്വേ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഓരോ പടികളും ഞങ്ങൾ ശ്രദ്ധയോടെ ഇറങ്ങി, കാരണം മഴയല്ലേ. ഈ നടത്തത്തിനിടയിൽ അസർബൈജാൻ സിറ്റിസനായ ഒരാൾ നമ്മളെ പരിചയപ്പെട്ടു. ഇന്ത്യയിൽ നിന്നാണെന്നും കേരളത്തിൽ നിന്നാണെന്നും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. നമ്മുടെ നാടും നാട്ടാരും വളരെ നല്ലതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ രീതിയിൽ നന്ദിയും പറഞ്ഞ അദ്ദേഹം മടങ്ങി. വഴിയരികിൽ ഒരാൾ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഉപജീവനമാർഗമാണെന്ന് തോന്നുന്നു. കുറച്ചു പേരെല്ലാം ആ സംഗീതം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ചിലരെന്തോ പൈസയും അതിലിടുന്നുണ്ട്. ഹോട്ടലിലേക്ക് പോകാൻ വണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ. യാത്രയുടെ ചെറിയ ക്ഷീണമൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങി. വന്നൊരു എക്സൈറ്റ്മെന്റിൽ ഒട്ടും ടൈം കളയാതെ ഞങ്ങൾ അവിടെ എല്ലാം ചുറ്റി നടന്ന് കണ്ടു. ഇതുവരെ ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിൽ എത്തിയിട്ടില്ല. വണ്ടി വന്നു. വണ്ടിയുടെ അടുത്തേക്കുള്ള നടത്തത്തിലാണ് ഞങ്ങൾ. ഇതാണ് ഓൾഡ് ബാക്കു. നമ്മുടെ ഒരു ദിവസത്തെ ട്രിപ്പ് അങ്ങോട്ടേക്കാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലെത്തി. ആബ ഹോട്ടലിലാണ് ഞങ്ങളുടെ താമസം. 212 റൂമിൽ. ഈ റൂമിലാണ് ഞങ്ങൾ 5 ദിവസം താമസിക്കാൻ പോകുന്നത്. പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ റൂം അവർ ഹീറ്റാക്കി ഇട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്തു. അസർബൈജാനിൽ ഡോളറോ അല്ലെങ്കിൽ അസർബൈജാൻ മന്നത്തോ നമുക്ക് യൂസ് ചെയ്യാം. നാളെയാണ് ഞങ്ങൾ കൊതിയോടെ കാത്തിരുന്ന ആ ദിവസം, മഞ്ഞ് കാണാൻ പോകുന്ന ദിവസം. ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.